ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് വാട്ടർഫാളിലാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ? ഈ കാണുന്ന പടുകൂറ്റൻ വെള്ളച്ചാട്ടം എവിടെയാണെന്നറിയോ? ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തിനടുത്ത് തന്നെ. ഈ കാണുന്നതാണ് തൃപ്പരട്ട് വാട്ടർഫാള്. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 59 കിലോമീറ്റർ അകലെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഒത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ ചെറിയ പിള്ളേർ മുതൽ നല്ല ഏജ് ഉള്ളവർ വരെ ആ വെള്ളത്തിലിറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിനടുത്തായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലവും വാഷ്റൂം, ടോയ്ലറ്റ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. അതിനടുത്ത് തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഫുഡ് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പേടിയുള്ളവർക്കായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും റെഡിയാക്കിയിട്ടുണ്ട്. അതിനോടടുത്ത് തന്നെ നീന്തൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഫ്രണ്ട്സിനോടൊപ്പവും ഫാമിലിയോടൊപ്പവും നമുക്ക് സേഫായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എല്ലാവരും വരണം. ഇവിടെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിലേക്ക് കയറുന്നതിനും കാണുന്നതിനും ആ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് വെറും 10 രൂപ മാത്രമാണ് ടിക്കറ്റായിട്ട് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ ചേട്ടനോട് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ചോദിച്ചാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് ഒത്തിരി സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാര്യം ആ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് കൊടുക്കാതിരുന്നത്. ഞങ്ങളുടെ സ്ഥലം എവിടെയാണ്, ഞങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്നൊക്കെയാണ് ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ എന്തൊക്കെയോ മറുപടി കൊടുത്തു, പക്ഷെ എന്താണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഈ വാട്ടർഫാളിനെ കുറിച്ച് ഈ കുട്ടികളോടൊന്ന് ചോദിക്കാം. അവർ മലയാളീസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ അവർ തമിഴിലാണ് സംസാരിച്ചത്. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ അവർക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടുന്ന് മുങ്ങി. പിന്നെ ഇവിടെ അടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കും അതിനോട് ചേർന്ന് തന്നെ ഒരു കുളവും അതിനടുത്തായിട്ടൊരു അമ്പലവും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ വരണം, എൻജോയ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.